നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്ന കൊള്ളയിൽ പൊട്ടിത്തെറിക്കുകയാണ് ഹൈക്കോടതി. അയ്യപ്പന്റെ സമ്പത്ത് കൊള്ളയടിച്ചവന്മാരെ എത്ര വമ്പന്മാരാണെങ്കിലും തൂക്കി അകത്തിടും എന്ന് തന്നെ കട്ടായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജഡ്ജിമാർ. വിശ്വാസി സമൂഹം സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വിശ്വാസം സംരക്ഷിക്കാത്ത പിണറായിയെ ഇനി എങ്ങനെ വിശ്വാസത്തിലെടുക്കുമെന്നാണ് വിശ്വാസി സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ നിർത്തിപ്പൊരിക്കുകയാണ് ഹൈക്കോടതി. എന്നാൽ ദേവസ്വം ബോർഡിന് ഒരു കുലുക്കവുമില്ല. ശബരിമലയിൽ വീണ്ടും കൊള്ളയ്ക്ക് വകയൊപ്പിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ശബരിമലയിൽ മേൽശാന്തികളുടെ സഹായികളെ നേരിട്ട് നിയമിക്കുന്നതിലൂടെ കോടികളുടെ അഴിമതി ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡ് അടുത്ത പണി തുടങ്ങി എന്നാണ് ആരോപണം ശക്തമാകുന്നത്. അവതാരങ്ങളെ ഒഴിവാക്കാൻ ഇനി നിയമനമെല്ലാം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആ കൊള്ളയിലൊന്നും ഞങ്ങൾക്ക് പങ്കേയില്ല, ഇനി ഒരു കൊള്ള ശബരിമലയിൽ നടക്കാതിരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് വിജിലന്റ് ആകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. ശബരിമലയിലും മാളികപ്പുറത്തും മേൽശാന്തിമാരെ നിയമിച്ചു കഴിഞ്ഞതിനാൽ വൈകാതെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും സഹായിമാരെ തെരഞ്ഞെടുത്ത് നിയമിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച സൂചന കഴിഞ്ഞ ദിവസമാണ് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നൽകിയത്. ശബരിമലയിൽ അവതാരങ്ങളെ ഒഴിവാക്കാൻ മേൽശാന്തിക്കുള്ള സഹായികളെ ബോർഡ് നേരിട്ട് നൽകാൻ ആലോചിക്കുകയാണ് എന്നായിരുന്നു പ്രശാന്ത് പറഞ്ഞുവെച്ചത്. തെരഞ്ഞെടുക്കാൻ പരിഗണിക്കുന്നവർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്നും പ്രശാന്ത് അറിയിച്ചിരുന്നു. പോലീസ് വെരിഫിക്കേഷൻ അല്ലാതെ മറ്റു മാനദണ്ഡങ്ങൾ സംബന്ധിച്ച യാതൊരു വിവരവും ബോർഡ് പങ്കുവച്ചിട്ടില്ല. ഇപ്പോൾ പരിഗണനയിലുള്ളത് ക്ഷേത്രങ്ങളിലെ അനുഭവ പരിചയം മാത്രമാണ്. മേൽശാന്തിമാരുടെ നിയമനം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കർശന മാനദണ്ഡങ്ങളോടുകൂടിയാണ് നടത്തുന്നത്. തൃശൂർ ചാലക്കുടി സ്വദേശി ഏറന്നൂർ മനയിലെ ED പ്രസാദിനെ ശബരിമല മേൽശാന്തിയായും കൊല്ലം കൂട്ടിക്കട സ്വദേശി മനു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായും കഴിഞ്ഞ മാസം തെരഞ്ഞെടുത്തത്. ശബരിമല മേൽശാന്തി പദവിക്കായി 14 പേരാണ് അവസാനഘട്ട പട്ടികയിൽ ഉണ്ടായിരുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് അവസാനം തെരഞ്ഞെടുക്കുന്നത്. ശാന്തി നിയമനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. ശബരിമല മാളികപ്പുറം നിയുക്ത മേൽശാന്തിമാരുടെ സഹായികളുടെ പശ്ചാത്തലം എന്താണ് എന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സഹായികളിൽ ആരെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ ആർക്കാണ് ഉത്തരവാദിത്തമെന്നും വ്യക്തമാക്കണം എന്നായിരുന്നു കോടതി അറിയിച്ചത്. രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്താനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പുതിയ മേൽശാന്തിമാർ ചുമതല എടുക്കുമ്പോൾ ഇവർക്കൊപ്പം സഹായികളായി നിരവധി പേരാണ് ശബരിമലയിൽ എത്തുക. സ്വർണ്ണപ്പാളി വിവാദ കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആദ്യം കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ശബരിമലയിലെത്തിയത്. ശബരിമല മേൽശാന്തി നിയമന നടപടികളിൽ സുതാര്യത ഉറപ്പാക്കാൻ അഭിമുഖത്തിനും നറുക്കെടുപ്പിനും സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. 2025-26 വർഷത്തെ നിയമന നടപടികളുടെ നിരീക്ഷണത്തിനായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരെയാണ് നിയോഗിച്ചത്. യോഗ്യരായ മലയാളി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരിൽ നിന്ന് ക്ഷണിക്കുന്ന അപേക്ഷകൾ ദേവസ്വം ബോർഡ് പരിശോധിച്ച് യോഗ്യരായവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. പട്ടികയിലുള്ളവർക്കായി ദേവസ്വം ബോർഡ് അഭിമുഖം നടത്തും. മേൽശാന്തി നിയമന നടപടികൾ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ഹൈക്കോടതി നിയമിച്ച മുൻ ജഡ്ജി നിരീക്ഷകനാകും. കൂടാതെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വീഡിയോയിൽ ചിത്രീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അഭിമുഖത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പേരുകൾ ഉൾക്കൊള്ളിച്ച് അന്തിമ ചുരുക്ക പട്ടിക തയ്യാറാക്കിയ ശേഷം സന്നിധാനത്ത് ഉഷപൂജയ്ക്ക് ശേഷം തന്ത്രിയുടെയും ദേവസ്വം ബോർഡ് അധികാരികളുടെയും ഹൈക്കോടതി നിരീക്ഷകന്റെയും സാന്നിധ്യത്തിൽ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് പേരുകൾ നറുക്കെടുക്കുന്നത്. മേൽശാന്തിമാരെ നിയമിച്ചു കഴിഞ്ഞു. ഇനി ഇവർക്കുള്ള സഹായികളെ നിയമിക്കുന്നതിന് ദേവസ്വം ബോർഡ് നേരിട്ട് ഇറങ്ങിക്കൊള്ളാം എന്നാണ് PS പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ നേരിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടന്നിരിക്കുന്നത്. ഹൈക്കോടതിക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിൽ നടന്ന കൊള്ളയിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്ന്. ഇപ്പോൾ വീണ്ടും കീഴ്ശാന്തിമാരെ നിയമിക്കുന്നതിൽ അടുത്ത കൊള്ളയ്ക്ക് വകയുമായിട്ട് വന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഞങ്ങൾ നേരിട്ട് നിയമിച്ചു കൊള്ളാമെന്ന്. ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടാൽ തന്നെ ശബരിമലയിലെ കൊള്ള കുറച്ചങ്ങ് അവസാനിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. കാരണം ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുന്നിൽ നിന്നുകൊണ്ടാണ്. കാരണം അവിടെ കൊള്ള നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡ് വിചാരിക്കണം. അങ്ങനെ നല്ല രീതിയിൽ ദേവസ്വം ബോർഡ് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒക്കെ കോടീശ്വരന്മാരായത്.
ഇനിയും കോടീശ്വരന്മാരായ ഒരുപാട് പേരുണ്ട്. ആ പേരുകളാണ് പുറത്തേക്ക് വരാനിരിക്കുന്നത്. എന്തായാലും SIT അന്വേഷണം മുറുകുന്നതിൽ കടുത്ത ഭീതിയിലാണ് ഒരു കൂട്ടർ. പ്രത്യേകിച്ച് പത്മകുമാറും വാസുവും ഒക്കെ വലിയ ഭീതിക്ക് നടുവിലാണ് ഇപ്പോഴുള്ളത്. തങ്ങളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അവരുടെ ഒരു ഭയം. എന്തായാലും മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് SIT ഈ പറയുന്ന വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ അടുത്തെത്തും. എന്തെങ്കിലും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഇരുവരെയും തൂക്കി അകത്തിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രനും കുരുക്കുമുറുകുന്നത്. കാരണം ഈ പത്മകുമാറും അതുപോലെ തന്നെ മുരാരി ബാബുവും പോറ്റിയും ഒക്കെ ആയിട്ട് കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്ന് അതിൻ്റെ തെളിവുകൾ, അതായത് മുൻപ് പല ആരോപണങ്ങളും വന്നതാണ്. മാത്രമല്ല, തട്ടിപ്പ് നടന്ന കാലയളവിൽ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് കടകംപള്ളിക്കും ഇരിക്കപ്പുറതി ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലേക്കൊന്നും തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വരുന്നില്ല. നിയമസഭ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. മാധ്യമങ്ങൾ വളയാൻ വന്നാലും ഒരക്ഷരം മിണ്ടാതെ, ശബരിമലയിൽ വാ തുറക്കാതെ കടകംപള്ളി മുങ്ങുകയാണ്. ഇനി കടകംപള്ളിയുടെ വീട്ടുമുറ്റത്തേക്കും ഈ പറയുന്നത് പോലെ തന്നെ SIT കാലുകുത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടരെല്ലാം പേടിച്ച് വിറച്ച് ഇപ്പോൾ കഴിയുന്നതും. അതിനിടയിലാണ്, അതായത് ശബരിമലയിൽ വിശ്വാസികളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കൊള്ള നടത്തിയതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നുള്ളത് വിശ്വാസികൾ പോലും ഉറച്ചു വിശ്വസിക്കുന്നു. അതിനിടയിലാണ് ദേവസ്വം ബോർഡ് പുതിയ ഒരു കൊള്ളയ്ക്ക് വകയുമായി വന്നിരിക്കുന്നത്. അതായത് കീഴ്ശാന്തിമാരുടെ നിയമനം ഞങ്ങൾ നേരിട്ട് നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് അവിടെ കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു കൊള്ള ശബരിമലയിൽ നടക്കുമായിരുന്നില്ല. ശബരിമലയുടെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ദേവസ്വം ബോർഡ് എല്ലാത്തിനും കണ്ണടച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ഈ കണ്ട തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടന്നിരിക്കുന്നത്. ശബരിമലയിൽ മാത്രമല്ല, പല ക്ഷേത്രങ്ങളിലേക്കും ഇനി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അതായത് പല ക്ഷേത്രങ്ങളിലും അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവുമായി വിശ്വാസികൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ശബരിമല കഴിഞ്ഞാൽ മിക്കവാറും ഗുരുവായൂരിലേക്കായിരിക്കും. കാരണം ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഗുരുവായൂരിലും ശബരിമല മോഡൽ വെട്ടിപ്പും തട്ടിപ്പുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ശക്തമാകുന്നത്. അതായത് 20 വർഷം മുൻപ് NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർ ശബരിമല കൈക്കൂലി വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ദാസപ്പൻ ഇപ്പോഴുള്ളത് ഗുരുവായൂരിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സുപ്രധാനമായ കുത്തക അവകാശ ലേലങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടക്കുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് സജീവമാകുന്നത്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു കോട്ടയത്തുകാരനാണ് എന്നാണ് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തുവരുന്നത്. ഒരു ബോർഡ് മെമ്പറുടെ പിന്തുണയിലാണ് പ്രവർത്തനങ്ങൾ. ഈ ദാസപ്പനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നതിന് സമാനമായ സ്വാധീനം ഗുരുവായൂരിലുമുണ്ട്. ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഭരണസമിതിയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒത്താശയോടെ പടർന്ന് പന്തലിക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. 20 വർഷം മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ആ വലിയ കൊള്ളയിലെ വിവാദത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഗുരുവായൂർ ആരോപണ വിഷയത്തിന്റെയും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അന്നത്തെ NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർ പരസ്യമായി ഉന്നയിച്ച പ്രസ്താവന പ്രകാരം ശബരിമല മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചത് ഈ കോട്ടയത്തുകാരനായിരുന്നു എന്നാണ് വിവരം. അങ്ങനെ അഴിമതി ആരോപണം ഉയർന്നു വന്ന ഒരു വ്യക്തി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനിയാണ്. നിലവിൽ മന്ത്രി വാസവനുമായി നിൽക്കുന്ന ഫോട്ടോയാണ് ഇദ്ദേഹം വാട്സാപ്പ് പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും സൂത്രധാരൻ ഇയാളാണ് എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ഉണ്ട് എന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട്. ലേല വ്യവസ്ഥ അനുസരിച്ച് ഡിമാൻഡ് ഡ്രാഫ്റ്റിന് പകരം 1 ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീത് സമർപ്പിച്ചതിന്റെ പേരിൽ തേങ്ങയെടുക്കാൻ ലേലം കൊണ്ട വ്യക്തിയുടെ ടെൻഡർ ദേവസ്വം നിരസിച്ചു. എന്നാൽ ദേവസ്വം ഭരണസമിതിയുടെ ആളായതുകൊണ്ട് ബിനാമി പേരിൽ ഒരു വഴിപാട് നടത്താൻ സമർപ്പിച്ച ഇതേ വ്യക്തിയുടെ വിവരങ്ങൾ സ്വീകരിക്കുകയും ലേലം അനുവദിക്കുകയും ചെയ്തു. ലേലം കൊണ്ട വ്യക്തിയുടെ കേസ് വ്യവസ്ഥ പാലിക്കാത്തതിന്റെ പേരിൽ തള്ളിയ ഹൈക്കോടതി ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി നിരീക്ഷണങ്ങൾ നടത്തി. ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കുത്തക നിയമങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകുകയും ചെയ്തു.
നിയമവിരുദ്ധ കാര്യങ്ങൾ പുറത്തുവരുമെന്നായപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഉത്തരവ് റദ്ദാക്കുവാനായി ദേവസ്വം അധികൃതർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതി ഈ റിപ്പോർട്ട് ചോദിച്ച നടപടിയിൽ ഇടപെടാതെ ഹൈക്കോടതിയെ തന്നെ റിവ്യൂ ഹർജിയുമായി സമീപിക്കാൻ നിർദ്ദേശിച്ച് മടക്കി അയച്ചു. ശബരിമല വിവാദത്തിൽ ഉൾപ്പെട്ടുവെന്ന് പരസ്യമായി ആരോപിക്കപ്പെട്ട വ്യക്തിയെ എന്തിനാണ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് സർവ്വ അധികാരങ്ങളും കൊടുത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ 4 അമ്പലത്തിനുള്ളിൽ നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം സജീവമാണ്. ഈ വ്യക്തി ശബരിമല വിവാദത്തിൽപ്പെട്ട ആളാണെന്ന് ഗുരുവായൂരിലെ സാധാരണ ജോലിക്കാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. തുലാഭാരം സംബന്ധിച്ച് രാഷ്ട്രീയക്കാരുടെയും ദേവസ്വം ഭരണസമിതിയുടെയും ബിനാമിയായി നിൽക്കുന്ന ഈ വ്യക്തിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഹൈക്കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടണമെന്നും ഇപ്പോൾ ആവശ്യങ്ങൾ ശക്തമാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാട് നടത്തിയതിനു ശേഷം ഭക്തർ പണം തുലാഭാര തട്ടിൽ വെക്കുന്നില്ല എന്നും കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ദക്ഷിണ എന്ന പേരിൽ പണം നൽകുന്നില്ല എന്നും തുലാഭാരം വഴിപാടിന് മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ജീവനക്കാർ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. 2022 ഈ വിധി വന്നത്. തട്ടിൽ പണം എന്ന പേരിൽ കരാറുകാരൻ തുലാഭാരം നടത്തുന്നവരിൽ നിന്ന് പണം വാങ്ങുന്നു എന്ന മാധ്യമ വാർത്തകളെ തുടർന്ന് സ്വമേധയാ പരിഗണിച്ച കേസ് തീർപ്പാക്കിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ അന്നത്തെ ഉത്തരവ്. കരാറുകാരനോ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളോ ഭക്തരിൽ നിന്ന് ദക്ഷിണ എന്ന നിലയിൽ പണം വാങ്ങരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. തുലാഭാരത്തിനായി കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഭക്തർ തുലാഭാരം വഴിപാട് നടത്തിയതിനു ശേഷം ദക്ഷിണയായി പണം നൽകുന്നില്ല എന്ന് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉറപ്പാക്കണം. തട്ടിൽ പണം രസീത് നൽകുമ്പോൾ തന്നെ വാങ്ങുന്നുണ്ടെന്ന് ഭക്തരെ അറിയിക്കണം. ഇത് സംബന്ധിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ബോർഡുകൾ ഉചിതമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം. കരാറുകാരനും കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്നവരും തുലാഭാരം വഴിപാട് നടത്തുന്നതിന് ഒരു തരത്തിലും ഭക്തരെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ CCTV ക്യാമറകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗുരുവായൂരിൽ പല ക്രമക്കേടുകളും നടക്കുന്നത്. ഇത്തരക്കാരിൽ ചിലർ അവിടെ കയറിക്കൂടി വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പനെയും വിറ്റ് കാശാക്കുകയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയിൽ ഒരു തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം ഹൈക്കോടതി അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ടവരും ഉടൻ തന്നെ ഗുരുവായൂർ വിഷയത്തിലും ഇടപെടണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ക്ഷേത്രം മുതൽ കൊള്ളയടിച്ചു കൊണ്ടുപോകുകയാണ് ഒരു കൂട്ടർ. ഇനിയും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.